ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് അമ്മ ചോറും കറിയും നേരത്തെ വെച്ചു. ഉപ്പേരി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആ പണി ഞാൻ ഏറ്റെടുത്തു. കാരണം എന്ത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും ആ ഒരു പച്ചപ്പ് വിടാതെ ആ ഉപ്പേരി വെന്ത് കാണണം എനിക്ക്. അതുകൊണ്ട് ഞാൻ ബീൻസും ക്യാരറ്റും വെച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സാധാരണ പച്ചക്കറി കഴുകിയിട്ടാണ് അരിയാറ്. ഇന്ന് ഞാനത് മറന്നു. പിന്നെ രണ്ടും കൂടി അരിഞ്ഞെടുത്ത് കഴുകി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയപ്പോഴേക്കും നമ്മുടെ വീട്ടിലെ ചെറിയ കുക്ക് വന്നു. കൊക്കല്ല കേട്ടോ, കുക്കാണ്. പഠിക്കാൻ കുറച്ച് പിറകിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആൾ മുന്നിലേക്ക് ഇറങ്ങും കേട്ടോ. അവന്തിയുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ അവൾ വേഗം വന്ന് റാക്കിൻ്റെ മുകളിൽ കയറിയിരുന്ന് അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും എടുത്ത് ചട്ടിയിലേക്ക് ഇട്ടാണ്. അമ്മ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളത് ചട്ടിക്ക് ഇട്ടു കേട്ടോ. ചട്ടിയിൽ കിടക്കുന്ന പച്ചക്കറിക്ക് വേദന ആവുമോ എന്ന് വിചാരിച്ചുള്ള 2 ഇളക്കലും കഴിച്ച് പാത്രം കൊണ്ട് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ആയപ്പോഴേക്കും അത് തുറന്നു വെച്ചു. വീണ്ടും വേവിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ പച്ചക്കളർ കിട്ടില്ല. അധികം വെന്ത് കഴിഞ്ഞാൽ വൈക്കോലിൻ്റെ നിറമാകും, ടേസ്റ്റും കുറയും. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതിൽ തേങ്ങയൊക്കെ ചിരകി പച്ചമുളകും തേങ്ങയൊക്കെ മിക്സിയിലിട്ട് ഒതുക്കിയിടും. പക്ഷെ ഞാനതും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ അങ്ങോട്ട് ഉപ്പേരിയാക്കി. ഇനി അടുത്ത പോക്ക് കോഴിക്കോടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കോഴികളെ വിടാറില്ല. ഉള്ള കോഴികളെ മുഴുവൻ കുറുക്കന്മാർ പിടിച്ചു കൊണ്ടുപോയത് കാരണം നമ്മൾ വൈകിട്ടാണ് കോഴിക്കോടൊക്കെ വിടാറ് കേട്ടോ. എവിടെ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവുമല്ലോ. ഈ കോഴികളുടെ കൂട്ടത്തിലുണ്ട് ഒരാൾ. ഗിനിക്കോഴിയാണ്. അവ ഒരാളുള്ളൂ കേട്ടോ, ഇണയില്ല. അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് അവ ഈ കോഴിയുടെ കൂട്ടത്തിൽ നിർത്തിയത് കാരണം അപ്പോൾ കോഴികളായിട്ട് എല്ലാ കമ്പനിയാണ്. വൈകുന്നേരം കോഴികളൊന്നും കൂട്ട് കയറാതാവുമ്പോൾ ഇവ ചെവി പൊട്ടണ ഒച്ച ഉണ്ടാക്കിയിട്ട് കോഴികൾ പുറത്തുണ്ട് എന്ന് അറിയിക്കും. ആ ഒരു ഉപകാരമുണ്ട് ഇവനെക്കൊണ്ട്. എന്നാലോ ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ള ഭാവത്തിലാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത്. കോഴികളെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അവനവിടെ എത്തും. ആരൊക്കെ തിന്നണ്ട എന്നുള്ളത് ഇവനാണ് തീരുമാനിക്കുക. അപ്പോൾ അവന്തികയാണെങ്കിൽ അതിനിട്ട് ഓടിക്കുകയാണ്. കാരണം അതിൻ്റെ ശബ്ദം അത്രയ്ക്കാണ്. അപ്പോൾ ഇവർ കൂടാതെ വേറെ ആളുകളുണ്ട് കേട്ടോ. കണ്ടോ, അടുത്തേക്ക് ചെന്നപ്പോഴേക്കും വല്ലതും ഇങ്ങോട്ട് വെച്ച് തന്നോന്നും പറഞ്ഞിട്ട് ചുണ്ടൊക്കെ കൂടെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് ഇടുകയാണ്. ഇപ്പോൾ ഇവർ 3 ആടുകളുണ്ട്. അപ്പോൾ വേറൊരു പണിയില്ലല്ലോ. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവന്തിയും കൂടിയിട്ടുണ്ട്. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. എന്നാലോ ഞാനുള്ളൊരു ധൈര്യത്തിൽ കൂടൊക്കെ കുറച്ച് അകന്ന് നിന്നിട്ട് തുറക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞാൽ ആട് ഇങ്ങോട്ട് വരുമോ പേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തുറന്നോളാമെന്ന് പറഞ്ഞാണ്ട് തുറന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മോൾക്ക് സ്കൂളിൽ പോകാൻ നേരമായിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവളെയും കൊണ്ട് സ്കൂളിൽ പോകാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.